ഹലോ മലയാളീസ് എന്നോട് ഇപ്പം ഞാൻ ഇങ്ങനെ കിടക്കുന്നതിനാന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ അത് ഞാൻ വഴിയെ പറയാം. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മേടിച്ചിട്ടുള്ള അൺകാർഡ് ചെയ്യാത്ത ഹോട്ട് വീൽസും അങ്ങനെ കുറേ ഡൈകാസ്റ്റുകൾ നമ്മുടെ കയ്യിൽ കെട്ടിക്കിടപ്പുണ്ട്. അല്ല, സ്റ്റോക്ക് കുറേ ഇരിപ്പുണ്ട്. അത് കാണാത്തവരും കുറേ പേരുണ്ട്. അപ്പം ഈ കാണുന്ന ബോക്സ് മൊത്തം അതുപോലെ ഡൈകാസ്റ്റുകളാണ്. ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. തോന്നുന്നു സൈഡിൽ കൂടെയൊക്കെ പ്രീമിയം കിടപ്പുണ്ട്, മെയിലയും കിടപ്പുണ്ട്, പിന്നെ ഏതാ സിൽവർ കിടപ്പുണ്ട്. അങ്ങനെ എല്ലാ ഹോട്ട് വീൽസും ഡൈകാസ്റ്റുകളും മാച്ച് ബോക്സ് എല്ലാം ഇതിൻ്റെ അകത്ത് ഭദ്രമായി വെച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതെല്ലാം കൂടി നിങ്ങളെന്നെ കാണിക്കാമെന്ന്. കയ്യിലില്ലാത്തത് നമ്മൾ അൺകാർഡ് ചെയ്തതും അൺകാർഡ് ചെയ്യാത്തതായ കുറേ ഈ ബോക്സ് നിറച്ചും അൺകാർഡ് ചെയ്യാത്ത ഹോട്ട് വീൽസാണ് ഡൈകാസ്റ്റുകളാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഓരോന്ന് കണ്ടാലോ. അപ്പം അതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ ഡൈകാസ്റ്റ് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഒന്നല്ല, 3 ആ മൂന്നെണ്ണത്തിൻ്റെ അൺബോക്സിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് പോവാം. എന്നിട്ട് നമുക്ക് ഈ പരിപാടി നമുക്ക് തുറന്ന് കാണിക്കാം. അപ്പം ഇറ്റ്സ് മീ ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മറ്റേ അൺകാർഡ് അൺബോക്സിങ് ചെയ്യാനുള്ള ഡൈകാസ്റ്റുകൾ ആദ്യം അൺകാർഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഹോട്ട് വീലിൻ്റെ ഡൈകാസ്റ്റ്, അത് മാച്ച് ബോക്സ്, ഹോട്ട് വീൽസ്, പിന്നെ ഏതായിരുന്നു മേജോറിറ്റ് മുതലായവ അൺകാർഡ് ചെയ്യാത്ത ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് അൺകാർഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ അൺകാർഡ് ചെയ്യാം. നമുക്ക് ആദ്യം അൺകാർഡ് ചെയ്യാനുള്ള 2 ഐറ്റംസാണ്. ഒന്ന് അൺബോക്സ് ചെയ്യാനുള്ള നമ്മുടെ ഇത് സാധനവും, പിന്നെ ഈ മിസ്റ്റോടെ ഈ ട്രാൻസ്പോർട്ട് ടീമും. ഈ രണ്ടെണ്ണമാണ് നമുക്കിന്ന് അൺകാർഡും അൺബോക്സും ചെയ്യാനുള്ളവ. നമുക്ക് ആദ്യം തന്നെ ഏതെടുക്കണം? ഒരു കാര്യം, നമുക്ക് ആദ്യം തന്നെ പിന്നെ അൺബോക്സ് ചെയ്യാം. ഞാനിത് ഓൺലൈനിൽ മേടിച്ചാണ്, അതുകൊണ്ട് അറിയാമല്ലോ വന്നു കഴിയുമ്പോൾ പാക്കിംഗ് ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ തുറന്നു നോക്കിയാൽ അറിയത്തില്ല എങ്ങനെ ഉണ്ടെന്ന്. നമുക്കിത് ആദ്യം അൺബോക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യം വെയിറ്റും പരിപാടികളുള്ള മോഡലാണ് ഈ സാധനം. നമ്മുടെ ZD മ്യൂസിക്കത്തെ ദിലീപിൻ്റെ ആ സെയിം വണ്ടി തന്നെ. എന്നാലും ഇതും സ്ക്രൂവിൽ അറ്റാച്ച്ഡാണ്. ഞാനേ ഈ സ്ക്രൂ അയച്ച് മാറ്റി ബേസ് മോഡ് മാറ്റി കാണിച്ചാൽ അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ സ്ക്രൂ അഴിക്കാൻ വേണ്ടി എടുത്താണ്, സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് അയക്കാം. പക്ഷേ അഴിക്കുന്ന അതിനേക്കാളും എളുപ്പം ഇവിടെ സാധനം കൊടുത്ത് നമുക്ക് അതും പിടിച്ച് തിരിച്ച് ആ സ്ക്രൂവിന് അഴിഞ്ഞിങ്ങനെ കിട്ടും. കൊള്ളാം കേട്ടോ, അതൊരു നല്ലൊരു ഐഡിയ ആയിരുന്നു. ഇപ്പം ഇനി അങ്ങോട്ടുള്ള ഹോട്ട് വീൽസും ഡൈകാസ്റ്റുകൾ ഈ ബേസിൽ ചെയ്യുന്നവർ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്യുന്ന നല്ലതായിരിക്കും. ഓക്കെ, അപ്പം വേണ്ട, ഇതാണ് നമുക്കിന്ന് കിട്ടിയിരിക്കണം. മറ്റേ തനിക്ക് നമ്മൾ പുറത്തേക്ക് മുമ്പോട്ട് പോകും കേട്ടോ. പുറകോട്ട് വിളിച്ച് മുമ്പോട്ട് പോകുന്ന മൊത്തം മെറ്റലാണ് നമ്മുടെ സ്പീക്കറോ. എടേ, ഇത് ബാറ്ററി ഒക്കെ ഇടാവുന്ന ടൈപ്പാണ്. കൊള്ളാല, ബാറ്ററി ഒക്കെ ഇടാവുന്ന ടൈപ്പ്. എന്താ ലൈറ്റ് കത്തുമോ? ലൈറ്റൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാവേ. ഏട്ടാ പോരാടാവേ, ഇത് നല്ല ഹെവി ഫാനോട്ടോ. കാരണം ഇത് ബാറ്ററി ഒക്കെ ഇത് ഓൺലൈനിൽ കണ്ടപ്പോൾ പോലും ഇത് ബാറ്ററി ഇടാന്നുള്ള കാര്യം ഞാൻ അറിയത്ത് പോലും ഇല്ലായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം ഞാൻ ഈ ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ബേസെന്ന് ഊരായിരുന്നല്ല, അതേപടി തന്നെ ഞങ്ങൾ വെച്ചാലോ എന്ന് വിചാരിച്ചു. ചുമ്മാ എന്തോ ഒരു കാര്യത്തിന് തോന്നി ബേസിന് ഊരിപ്പാണ് നോക്കി. നമുക്ക് ഇതിനകത്ത് മറ്റേ ബട്ടൺസ് ബാറ്ററി ഇടാം കേട്ടോ. ആ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ശരിയുണ്ട്. ഇവിടുത്തെ ഫ്രണ്ടിലെ ലൈറ്റും തെളിയിക്കാം, ബാക്കിലെ ബ്രേക്ക് ലൈറ്റും നമുക്ക് തെളിയിക്കാൻ സാധിക്കും. കൊള്ളാം. ഇപ്പോൾ കൈ ബാറ്ററി ഇല്ല, ഒന്നാമത്തെ കാര്യം. നമുക്ക് ബാറ്ററി മേടിച്ചിട്ട് ഞാൻ ഇതിട്ട് കാണിച്ചു തരാം. മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇതിട്ട് കാണിച്ചു തരാം. ഇത് കൊള്ളാം കേട്ടോ, അടിപൊളി. ഇത് നമുക്ക് പുറത്ത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ എല്ലാം, അതായത് ഇതിൻ്റെ ഡോറ് നമുക്ക് തുറക്കാം, ബോണറ്റ് നമുക്ക് തുറക്കാം, എൻജിൻ കൊടുത്തേക്കുന്നുണ്ടോ, ബോണറ്റ് നമുക്ക് തുറക്കാം. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഡിക്കി നമുക്ക് തുറക്കാം. അതിന് നമുക്കിങ്ങനെ കൈയിട്ട് ഇങ്ങനെ തുറക്കാം. ഇവിടെ കൈയിട്ട് തുറക്കാൻ പറ്റില്ല, ഞാൻ ആദ്യം നോക്കിയായിരുന്നു. ഇതിൻ്റെ താഴെ ഇവിടെ ഇവിടെ ഒരു കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ സാധനം കൊടുത്തിട്ടുണ്ട്. അതേ പിടിച്ചാക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ പതുക്കെ പൊങ്ങി നോക്കിക്കേ. ഇത് നല്ല അടിപൊളി തീരെ സാധനം. എൻ്റെ പൊന്നേ, സത്യം പറയാമല്ലോ, ഞാനത് അറിഞ്ഞിട്ടില്ല. നമുക്കിതെല്ലാം തുറക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇന്ത്യയിലാണെങ്കിലും പക്ക ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ക ഡീറ്റെയിൽ. സ്റ്റിയറിങ്ങും ഒക്കെ പക്ക. സ്റ്റിയറിംഗ് തിരിക്കാൻ സാധിക്കുമോ? ഇല്ല.
സ്റ്റീറിംഗ് ഒന്നും തിരിക്കാൻ സാധിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ അലോയ് വീൽസ് ഒക്കെ നോക്കി. ഇത് നമുക്കിത് ഇറക്കത്തെ കൊണ്ട് വെച്ചാലും പുറകോട്ട് പോയല്ല, അവിടെ നിന്നോളും. പക്ക ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ പക്ക ഡീറ്റെയിലിംഗ്. ഞാൻ ദരീസ് സാധനം ബാറ്ററി ഇടാൻ പറ്റുമെന്ന് അത് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഈ സാധനം ബാറ്ററി ഇടാൻ പറ്റുമെന്ന്. അടിപൊളി. നമ്മുടെ ZD മ്യൂസിക്കകത്തെ അതേ. അതുപോലെ തന്നെ ഞെട്ടിച്ച് കേട്ടോ. ഇവിടെയും ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് ലൈറ്റല്ലേ? ഇതൊക്കെ ലൈറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാം. തക്കാളി ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത ആളെ അൺബോക്സ് ചെയ്യാം, അൺകാർഡ് ചെയ്യാം. ഇനി നമുക്ക് അൺകാർഡ് ചെയ്യാനുള്ള ഇതാണ് ട്രാൻസ്പോർട്ട് ടീമാണ്. ചെവർലെറ്റിൻ്റെ ഫ്ലാറ്റ് ബീഡും ബെലേറും ആണ് നമ്മുടെ ഇരിക്കുന്നത്. 9057, 9057 വിൻറ്റേജ് മോഡലാണ്. നമുക്ക് ഒട്ടും സമയം കളയണ്ട, കാർഡ് ചെയ്യണം. കൊട്ടേ താഴേക്ക് മക്കളെ ഇപ്പോൾ ഇതാണ് നമ്മുടെ കിട്ടിയിരിക്കുന്ന ആദ്യത്തെ. ഇത് നമുക്ക് പുറോട്ട് വലിച്ചാൽ ഓട്ട് പോകത്തില്ല, ചുമ്മാ വരില്ല. വിൻറ്റേജ് മോഡൽ നമ്മുടെ ഇത് കണ്ടാൽ അംബാസഡറിൻ്റെ ഒക്കെ പുപ്പൻ, തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മോഡൽ ഇതാണ് നമുക്ക് ഒന്ന് കിട്ടിയിരിക്കുന്നത്. മറ്റേ സാധനം ഈ മെറ്റലാട്ടോ. ഇത് മറ്റേ പോലെ തന്നെ അടി പ്ലാസ്റ്റിക്കും മുകളെല്ലാം മെറ്റൽ. പിന്നെ നമുക്ക് ഈ സാധനം ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് താഴേക്ക് വെക്കാം. അത് നിങ്ങളെ തറ വെച്ച് കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയറിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമുക്ക് കിട്ടിയ ട്രാൻസ്പോർട്ട് ടീം. നമുക്ക് ഈ സാധനം ഇത് അങ്ങോട്ട് വെക്കാം. ഇത് നമുക്ക് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പുറത്ത് താത്തി വെക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ കയറ്റി ഇങ്ങനെ കയറ്റിയിട്ട് ഈ സാധനം ഇങ്ങനെ തലയിൽ കയറ്റി വെക്കാം. ഇതല്ലേ കൊള്ളാം. ബ്രേക്കില്ലെങ്കിൽ സാധനം തെറിച്ചു പോകും. ഇതാണ് നമ്മുടെ കൈ കെട്ടിയിരിക്കുന്ന ഇന്നത്തെ ട്രാൻസ്പോർട്ട് ടീം. ഇത് ഡീറ്റെയിലിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഈ ട്രക്കിൻ്റെ ഇതെടുത്ത് നോക്കാം. ഫ്രണ്ടിൽ ഇവിടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലൊക്കെ പൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എമർജൻസി നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അടിപൊളി ടേഴ്സ്, അലോയ് വീൽസ്, ഇവിടെ മറ്റേ ബോക്സും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്നതൊക്കെ അത് ചുമ്മാ ഇങ്ങനെ കട്ട് കൊടുത്തേക്കാണ്, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്കിലേക്ക് പോകണമെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക് കേട്ടോ. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ മെറ്റലാണ്. ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതും പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, ഇപ്പോൾ ഈ സൈഡ് ഇങ്ങനെ വന്ന് ഇതൊക്കെ മെറ്റലാണ്. അടിയിലേക്ക് പോകണമെങ്കിൽ ഒരൊറ്റ ലൈൻ കൊടുത്തിട്ടുണ്ട്. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ടയറിലേക്കുള്ള മനസ്സിലായിരിക്കാം. ഓക്കെ, അതിവിടെ ഇതാണ് നമ്മുടെ ഈ ട്രക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളത്. പിന്നെ ഒന്ന് വരുന്നത് നമ്മുടെ ഇരിക്കുന്ന ഈ കാറാണ്. മൊത്തം മെറ്റലാണ്. ഇന്ത്യയിൽ ഇത് പ്ലാസ്റ്റിക്കാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ടയേഴ്സും ഉണ്ടോ. ബാക്കിലെ 2 ടയറിൻ്റെ വീതി കൂടുതലും മുമ്പിലെ 2 ടയർ വീതി കുറവായിട്ടാണ്. അതെങ്ങനെയാണ് പണ്ടത്തെ വണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പക്ക ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. എക്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഡബിൾ പുകക്കുഴൽ, നല്ല പക്ക ഡീറ്റെയിലിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലെ ലൈറ്റൊക്കെ ഇത് പെയിൻ്റാണെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടാൽ ഇത് പ്ലാസ്റ്റിക് ആണെന്നേ തോന്നുള്ളൂ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ രണ്ടാമത്തെ കണക്ഷൻ. പിന്നെ ഞാനിത് നമ്മുടെ കാർ ഒന്നുകൂടി കാണിച്ചു തരാം. നമുക്ക് കിട്ടിയ ZD മ്യൂസിയുടെ വണ്ടി. ഇതിൻ്റെ ബോണറ്റ് നമുക്ക് തുറക്കാൻ സാധിക്കും. ബോണറ്റിനകത്ത് നോക്കുക, പക്ക ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ എഞ്ചിനും ക്യാബിനൊക്കെ പക്ക ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഓക്കെ, ഇതിൻ്റെ 2 സൈഡിലെ ഡോറ് നമുക്ക് തുറക്കാൻ സാധിക്കും. ഡോറിൻ്റെ അകത്തോടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിൽ അവർ സിൽവറിൽ കൊടുത്തിരിക്കുന്നത്. പണ്ടത്തെ സ്റ്റിയറിംഗ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ഇടാമെന്നാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു ബാറ്ററി ഇടാൻ പറ്റുന്ന ടൈപ്പായിരുന്നു സത്യം പറഞ്ഞത്. പിന്നെ എന്താ ഇവിടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. സ്പീക്കറിൽ ഇത് അതെ സ്പീക്കർ എന്താ കൊടുത്തത്, സൗണ്ടൊക്കെ കേൾക്കും തോന്നുന്നു കേട്ടോ. ഇതിന് പറ്റിയ ബാറ്ററി ബട്ടൺസ് ടൈപ്പ് ബാറ്ററിയാണ്. നമ്മുടെ കയ്യിലെ ബട്ടൺസ് ടൈപ്പ് ബാറ്ററി ഇരിപ്പില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇരിപ്പുണ്ടോ? ഇരിപ്പില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കഴിപ്പിക്കായിരുന്നു. എന്തായാലും ഞാനിത് ബട്ടൺസ് ടൈപ്പ് ബാറ്ററി മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിക്ക് തുറക്കാം. ഡിക്ക് നമുക്ക് സാധാരണ ഇങ്ങനെയാണ് തുറക്കുന്നതെങ്കിൽ ഇത് നമുക്കിങ്ങനെ സാധിക്കില്ല. ഇതിൻ്റെ അടിയിൽ ഇവിടെ ഒരു സ്വിച്ച് പോലെ സാധനം കണ്ടോ, അതേ പിടിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഈ സാധനം ഇങ്ങനെ പതുക്കെ പൊങ്ങി വരും. എന്നിട്ട് നമുക്കിതിങ്ങനെ തുറക്കാം. ഡിക്കിയൊക്കെ ആണെങ്കിലും പണ്ടത്തെ ഡിക്കിലൊക്കെ ലെതർ ടൈപ്പല്ലേ, ആ ഒരു ഒറിജിനാലിറ്റി അവരെ കൊണ്ടുവരാനും നോക്കിയിട്ടുണ്ട്. പുറകിലതേ ഇവിടെ കൊള്ളാമല്ലേ, അടിപൊളി സാധനം. നമുക്ക് ഇതും ലൈറ്റാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയുള്ള ഈ വാലും തുമ്പത്തുള്ള ഈ സാധനവും ലൈറ്റാന്ന് തോന്നുന്നു. അറിയത്തിൽ തെളിച്ച് നോക്കാൻ അടുത്തുള്ള വെച്ച് ഇത് രണ്ടും കണ്ടുണ്ട് ലൈറ്റാണ്. അതായത് നമുക്ക് തൽക്കാലം 4 സൈഡും അടയ്ക്കാം. എന്നിട്ട്
ഇത് നമുക്കിങ്ങനെ കുറച്ച് മുമ്പോട്ട് പോകും കേട്ടോ, നല്ല പവറുണ്ട്. കൊള്ളാം, ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മുമ്പോ അവിടെ മൊത്തേ ഇതാണ് എൻ്റെ ബേസ് ഉണ്ടല്ലോ. ഇത് നമുക്കിങ്ങനെ ചുമ്മാ വെച്ചാലേ ഇരുന്നോളും കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ തൽക്കാലം സ്ക്രൂ വെച്ചിങ്ങനെ, സ്ക്രൂ ഉണ്ടോ നമ്മൾ സാധാരണ കിട്ടുന്ന പോലെ ഒന്നല്ല, ഇത് പൊളിക്കും. ഇത് സാധനം കൊള്ളാം. പൊന്നെ ചുമ്മാ ഇങ്ങനെ വെച്ച് കറക്കിയാൽ മതി, സാധനം ടൈറ്റായിട്ട് ഇരുന്നോളും. എന്തായാലും നിലക്കാൻ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇനി ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്ക്രൂ ആഴപ്പം കാണാതെ പോകണ്ട. എന്നിട്ടിത് നമ്മുടെ ഷെൽഫിലേക്ക് തൽക്കാലം കയറ്റി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, 2 ബാറ്ററി മേടിച്ച് കഴിഞ്ഞ് ഞാനിത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ബാറ്ററി ഇട്ട് ലൈറ്റ് ഇട്ട് നമുക്കിന്ന് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അൺകാർഡ് ചെയ്ത 2 മോഡലിനെ കണ്ടില്ല, അൺബോക്സ് അൺകാർഡ് ചെയ്ത 2 മോഡൽസിനെ കിട്ടില്ല. ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇതും. ഈ 2 നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തും അൺകാർഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇനി ഞാൻ നിങ്ങളെ എൻ്റെ കയ്യിലിരിക്കുന്ന അൺകാർഡ് ചെയ്യാത്ത കുറച്ച് ഹോട്ട് വീൽസും പിന്നെ ഏതാ മാച്ച് ബോക്സിങ് ഉണ്ട്, മെജോറിറ്റിൻ്റെ ഉണ്ടോ എന്നെനിക്ക് ഡൗട്ടാണ്. എന്തായാലും കൂടുതലും ഹോട്ട് വീൽസിൻ്റെ സിൽവർ ടൈപ്പും പിന്നെ മെയിൻ ലൈനും പിന്നെ ഇതും ഉണ്ട്, പ്രീമിയം ഉണ്ട്. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം ഏതൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ഇരിക്കുന്ന 2-3 ഡൈകാസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലേതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തതായി നമ്മളിരിക്കുന്ന ഒരു പെട്ടി ഹോട്ട് വീൽസ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോവുകയാണ്. എത്ര എണ്ണം ഞാൻ എണ്ണിട്ടില്ല കേട്ടോ, ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഈ ഒരു ബോക്സ് നിറച്ചും നമുക്കുള്ള നമ്മൾ മേടിച്ച അൺകാർഡ് ചെയ്യാത്ത ഹോട്ട് വീൽസാണ്. എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായി നിങ്ങളെ കാണിച്ചു തരാം. അതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. പെട്ടി ആദ്യം തന്നെ അങ്ങ് തുറക്കുക, എന്നിട്ട് പെട്ടി തുറക്കാതെ സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്തായാലും നിങ്ങൾ ഇത് റീൽസായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം. ആദ്യം തന്നെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതി എന്ന് പറയുമ്പോൾ, ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് തുടങ്ങുകയല്ലേ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹോട്ട് വീൽസിൻ്റെ മെയിൻ ലൈനിൽ പെട്ട 1993 ടൊയോട്ടോ ഫോർച്യൂണറാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. ആദ്യത്തെ അൺകാർഡ് ചെയ്യാത്ത മോഡൽ ഇതേണ്ടേ. നമുക്ക് പണ്ടത്തെ സിനിമയിൽ എത്ര വില്ലന്മാരുടെയും ഹീറോസിൻ്റെയും വണ്ടിയായിരുന്നു. നമുക്ക് ആ റെഡ് കളർ തന്നെ നമുക്ക് കിട്ടി. ഇത് അൺകാർഡ് ചെയ്തില്ല, എന്തായാലും നമ്മൾ ഇത് അൺകാർഡ് ചെയ്യും. എനിക്ക് കാരണം എനിക്ക് കൂടുതൽ ഡൈകാസ്റ്റുകൾ ഇങ്ങനെ വെക്കുന്നതിന് താല്പര്യം പൊട്ടിച്ച് പുറത്തെടുത്ത് തൊട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ്. ഈ സെഷനിൽ ഏതാണ്ട് 5 എണ്ണമാണ് വരുന്നത്. നിസാൻ വരുന്നുണ്ട്, BMW M3 വരുന്നുണ്ട്, 22 പോർഷെ വരുന്നുണ്ട്, ടൊയോട്ടോ വരുന്നുണ്ട്, പിന്നെ ഡോജ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണാം. അപ്പം ഈ മോഡൽ കളക്ട് ചെയ്തിട്ട് കൈ കിട്ടിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. പിന്നെ അടുത്തതായി നമ്മുടെ കയ്യിൽ വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തതായി നമ്മുടെ കിട്ടിയിരിക്കുന്നത് മാർവൽ സീരീസിൽപ്പെട്ടൊരു മോഡലാട്ടോ. വരുന്നല്ല, ഡെഡ് പൂളിൻ്റെ റെഡ് സ്കൂട്ടറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത സാധനം റെഡ് പൂളിൻ്റെ റെഡ് സ്കൂട്ടർ. ഇതും ഹോട്ട് വീൽസിൻ്റെ പ്രീമിയമാണ് മക്കളെ. ഇത് അൺകട്ട് ചെയ്തില്ല, വെയിറ്റ് ഉണ്ട് കേട്ടോ. ചെറിയ ഇതാണെങ്കിലും വെയിറ്റ് നല്ല രീതിയിൽ വെയിറ്റ് തോന്നിക്കുന്നുണ്ട് സാധനത്തിന്. എന്തായാലും മൊത്തം റെഡ് കളറ് മെറ്റലാണ്. എനിക്കൊന്ന് എൻ്റെ ഹാൻഡിൽ മാത്രം തോന്നുന്നു പ്ലാസ്റ്റിക് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കിനി അടുത്തേക്ക് പോവാം. അടുത്ത് നമ്മുടെ കിട്ടിയിരിക്കുന്നത് ഏതായിരിക്കും? കുറേ പേര് തപ്പി നടന്ന് കിട്ടാത്ത സാധനം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, നിസാൻ സ്കൈലൈൻ GT-R. ഈ മോഡലാണ് അടുത്തതായി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഡൈകാസ്റ്റ്. ഹോട്ട് വീൽസിൻ്റെ പ്രീമിയമാണ് ഇതും നമ്മുടെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതിന് തന്നെ ഏതായിരുന്നു, അതായത് ഗ്രാൻഡ് ടൂറിസത്തിൻ്റെ എൻ്റെ ഒരു മോഡൽ നമ്മുടെ ഇരിപ്പുണ്ടിരിക്കുന്ന ഓടിയെന്ന് തോന്നുന്നു നമ്മുടെ കയ്യിലിരിക്കുന്നത്. അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാഴ്ച വെക്കാൻ പോകുന്നത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ മോഡലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ സീരീസിൽ ഏകദേശം 5 എണ്ണം വരുന്നുണ്ട്. 5 എണ്ണം നിസാൻ സ്കൈലൈൻ, പിന്നെ നെൻചെവെ, നിസാൻ 350 Z കസ്റ്റം, പോർഷെ, പിന്നെ ഈ മോഡൽ. ഇത്രയാണ് ഈ സീരീസിൽ വരുന്നത്. അടുത്തതായി വീണ്ടും നമ്മുടെ കയ്യിൽ സിൽവർ സീരീസാണ് അടുത്ത് നമ്മുടെ ഇരിക്കുന്നത്. ഇതും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ തന്നെയാണ്. നിസാൻ 350 Z. ഈ കാർഡിൻ്റെ 5 എണ്ണത്തിൽപ്പെട്ടല്ല കേട്ടോ ഇത് രണ്ടും 2ആണ്. ഇത് ടോക്കിയോ ഡ്രിഫ്റ്റാണ്. ഇതും രണ്ടും 2ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തിരിക്കുന്ന സിൽവർ സീരീസ് നിസാൻ 350 Z. പിന്നെ നമ്മുടെ കയ്യിൽ വരുന്നത്
വീണ്ടും നമ്മുടെ കയ്യിൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ തന്നെ ഹോട്ട് വീൽസിന് പ്രീമിയൽപ്പെട്ടൊരു സാധനം വന്നിരിക്കുകയാണ്. നമ്മളിരിക്കുന്നത് മെഴ്സിഡീസ് ബെൻസ് 500 ZL എന്ന് നമ്മുടെ അടുത്തേക്ക് ഇട്ടിരിക്കുന്ന മുതൽ ഇത് ബെൻസ് തപ്പി നടന്ന് നമ്മുടെ അവസാനം അത് കിട്ടിയിരിക്കുകയാണ്. ഈ സീരീസിൽ 1 2 3 4 ഇതും കൂടെ കൂട്ടി 5 എണ്ണമാണ് വരുന്നത്. ഒന്ന് ഫോർഡ് വരുന്നുണ്ട്, 1916 ഫോർഡ് വരുന്നുണ്ട്, 1995 മിസ്റ്റുബിഷി വരുന്നുണ്ട്, ടൊയോട്ട FJ ക്രൂയിസ് വരുന്നുണ്ട്, അത് നമ്മുടെ ഇരിപ്പുണ്ട്. പിന്നെ വി മോട്ടർ ലെക്സി ഹൈപ്പർ നമ്മുടെ ആ പഠിപ്പം ഈ സീരീസിൽ 2 എണ്ണമാണ് ഇരിക്കുന്നത്. ഒന്ന് ടൊയോട്ട ക്രൂയിസും ഇരിപ്പുണ്ട്, പിന്നെ ഇപ്പം ഇത് ഈ മെഴ്സിഡീസ് ബെൻസ് 500 എന്ന് പറഞ്ഞ ഈ മോഡലുമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പം അതും അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ കയ്യിൽ പിന്നെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം തന്നെ നമ്മുടെ റെഡ് ബുള്ളിൻ്റെ F1 ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത് ഞാൻ ഗിവ് കൊടുക്കാൻ വേണ്ടി കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാത്ത കാരണം ഇതിപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് ഞാൻ അൺകാർഡ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ചിലപ്പോൾ കയ്യിലിരിക്കാനാണ് സാധ്യത. അവിടെ അത് ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇതിപ്പം ഞാൻ കുറച്ച് മെയിൻ ലൈൻ കാണിക്കാം. അടുത്തതായി ഓഡി 2090 ഓഡി നമ്മുടെ ഇരിപ്പുണ്ട്. ഓഡി നമ്മൾ അൺകാർഡ് ചെയ്തിട്ടില്ല, നമ്മൾ ആദ്യം താമസിക്കാത്ത ഈ സാധനം അൺകാർഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇരിക്കുന്നത് പോർഷെ 911 ടർബോ. ഇത് ഞാൻ പറഞ്ഞ 2 ആഴ്ച കൊണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരു 10K അടിക്കും, അല്ല 10K ആയിരുന്നോ പറഞ്ഞേ, 10K അടിക്കുമായിരുന്നെങ്കിൽ ഇത് ഞാൻ ഗിവ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞു, സാധനം അടിച്ചില്ല. അതുകൊണ്ട് ഇതിപ്പോഴും എൻ്റെ ഇരിക്കുന്നു, സാരില്ല. പിന്നീട് എപ്പോഴേലും ഗിവ് നടത്താം. പിന്നെ നമ്മുടെ ഇരിക്കുന്നത് ഗോൾഡൻ മൊസൂരി എന്ന് പറയുന്നുണ്ട്, ഈ ബ്രാൻഡാണ് നമ്മുടെ ഇരിക്കുന്ന അടുത്ത ഹോട്ട് വീൽസ് ഡൈകാസ്റ്റ്. പിന്നെ നമ്മുടെ ഇരിക്കുന്നത് ചവിട്ടി എന്ന് പറയുന്നുണ്ട് നമ്മുടെ പൂക്കി കാർ എന്ന് വേണം നമുക്കിതിനെ പ്രത്യേകം പറയാം. പൂക്കി കാർ ഇതാണ് അടുത്ത നമ്മുടെ ഇരിക്കുന്ന മറ്റൊരു ഡൈകാസ്റ്റ്. പിന്നെ ഇരിക്കുന്നത് 2020 ഫോർഡ് മസ്റ്റാങ് അങ്ങനെ ഇരിക്കുന്നത്. അതും അതിൻ്റെ ഗ്ലാസിൻ്റെ കളർ റെഡ് കളർ. ഇത് പാക്ക സാധനം കേട്ടോ. ആദ്യം ആ ബോക്സിൻ്റെ അകത്ത് ആദ്യം ഞാൻ കണ്ടതാണ് ഈ മോഡൽ. കൈയോടെ ഞാൻ പൊക്കി. ഇതാണ് നമ്മുടെ ഇരിക്കുന്ന അടുത്ത മോഡൽ. പിന്നെ നമ്മുടെ ഇരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്കാൻ ഇരിപ്പുണ്ട്. ഇത് ഞാൻ എൻ്റെ കൺമുമ്പിൽ നിന്ന് തെന്നിമാരെ പോയിട്ടും പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ഞാൻ പോയി എടുത്ത സാധനമാണിത്. അന്നേരം 2 പോയപ്പോഴും സാധനം അവിടെ ഉണ്ടെന്ന് എനിക്കൊരു ഉറപ്പൊന്നുമില്ല. ബട്ട് ചെന്നപ്പോൾ സാധനം ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കിട്ടി. പിന്നെ നമ്മുടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോണ്ടയുടെ 98 ഹോണ്ടയുടെ ഈ മോഡലാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇതേതാ എന്ന് മനസ്സിലായോ? നമ്മുടെ ഒരു സിനിമയ്ക്കകത്ത് ഈ സാധനമുണ്ട്, 1 അല്ല 2 സിനിമയ്ക്കകത്ത് ഈ സാധനമുണ്ട്, ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു സിനിമയ്ക്കകത്ത്. പിന്നെ നമ്മുടെ ഇരിക്കുന്നത് വീണ്ടും ഒരു ലോങ് കാർഡാണ് ഇരിക്കുന്നത്. ഈ മോഡൽ ഈ സീരീസിൽ ഇതൊരു ട്രഷർ ഹണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ സാധനം ട്രഷർ ഹണ്ടായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കാർഡ് ചെയ്തിട്ടില്ല, കാണിക്കും. വീണ്ടും മറ്റൊരു ലോങ് കാർഡാണ് നമ്മുടെ ഇരിക്കുന്നത്. നിസാൻ സ്കൈ ലൈനാണ് നമ്മുടെ ഇരിക്കുന്ന അടുത്ത മോഡൽ. ഹോട്ട് വീൽസിൻ്റെ ലോങ് കാർഡാണ് നമ്മുടെ ഇരിക്കുന്ന അടുത്ത മോഡൽ. കണ്ടില്ലേ, കാണുന്നില്ലേ? പിന്നെ അടുത്ത നമ്മുടെ ഇരിക്കുന്നത് ഷോർട്ട് കാർഡാണ് ഇരിക്കുന്നത്. ഹോണ്ട സിവിക് കസ്റ്റമാണ് നമ്മുടെ ഇരിക്കുന്നത്. ഹോണ്ട സിവിക് കസ്റ്റം ഇതിന് തന്നെ റെഡ് കളറായിരുന്നു തോന്നുന്നു. റെഡ് കളർ നമ്മുടെ ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഈ കളർ കണ്ടെടുത്ത കേട്ടോ. നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് ഈ സാധനത്തിന് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തതായി എടുത്തിറക്കുന്നത് വീണ്ടും ലേ ട്രൊക്ക എന്ന് പറയുന്ന ഷോർട്ട് കാറാണ്. ഒരു വിൻറ്റേജ് മോഡലാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇത് ഓക്കെ. ഇപ്പോൾ അടുത്തതായി നമ്മുടെ കയ്യിലിട്ടിരിക്കുന്നത് വീണ്ടും നമ്മുടെ ഒരു ലോങ് കാർഡാണ്. ലോങ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. 250-90 ഹോട്ട് വീൽസിൻ്റെ സിസ്റ്റി കാർഡിലാക്ക് എന്ന് പറയുന്നത് സ്പോർട്സ് കാറാണ് നമ്മുടെ ഇരിക്കുന്നത്. ഓറഞ്ച് കളർ. ഇതാണ് അടുത്തതായി നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന മറ്റൊരു അതിഥി. വീണ്ടും നമ്മുടെ കിട്ടിയിരിക്കുന്ന അടുത്ത് പിന്നെ കാണിക്കാൻ പോകുന്നത് ഹോട്ട് വീൽസ് അല്ല കേട്ടോ. ഇത് മാച്ച് ബോക്സിൻ്റെ ആണ്. 125-ൽ 85 9064 ഇറങ്ങിയ മോഡലാണ്. വിൻറ്റേജ് മോഡലാണ് നമ്മുടെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇരിക്കുന്ന വിൻറ്റേജ് മോഡൽ. മറ്റൊക്കെ വീണ്ടും നമ്മുടെ കിട്ടിയിരിക്കുന്നത് ഷോർട്ട് കാർഡാണ്. ഹോട്ട് വീൽസാണ്. ഹോട്ട് വീൽസിന് തന്നെ ഷോർട്ട് കാർഡാണ്. അടുത്തതായി നമ്മുടെ കിട്ടിയിരിക്കുന്നത് 250-42 വോക്സ് വാഗൻ്റെ T2 പിക്കപ്പാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ അധികം പിക്കപ്പൊന്നുമില്ല. ഇതിപ്പോൾ 2ാമത്തെ പിക്കപ്പാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അടുത്തതായി വീണ്ടും നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത്
ഷോർട്ട് കാർഡാണ്, ഹോട്ട് വീൽസ് തന്നെയാണ്. 244 നിസാൻ സ്കൈലൈൻ RS ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. പിങ്ക് കളറിൽ, പിങ്ക് എഡിഷനിൽ വന്നേക്കുന്ന മുതലാണ് ഇത്. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഹോട്ട് വീൽസിൻ്റെ 250-112 മെർസിഡീസ് RX-7 എന്ന് പറയുന്നുണ്ട്. ഈ മോഡലാണ്. അടുത്ത നമ്മളിരിക്കുന്നത് ഓറഞ്ച് കളറാണ് ഈ മോഡൽ. യെസ്. പിന്നെ വീണ്ടും നമ്മുടെ കയ്യിൽ മറ്റൊരു മോഡൽ കിട്ടിയിരിക്കുന്നത് ഇതും ഹോട്ട് വീൽസിൻ്റെ 253 ഫോർഡ് എസ്കോർട്ട് RS 2000 എന്ന് പറഞ്ഞ പച്ചത്തത്ത. ഫോർഡിൻ്റെയും ഹോണ്ടയുടെയും ആയിരുന്നു നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നേരത്തെ ഇരുന്നാണ് ഹോട്ട് വീൽസിൻ്റെ 250-190 ടൂ വീലറാട്ടോ. ഇത് നടക്കുന്നുണ്ട് ഈ മുതൽ. പിന്നെ ഇരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 250-42 ഹോട്ട് വീൽസിൻ്റെ മെയിൻ ലൈനിൽ പെട്ട ഹോണ്ട സിവിക് SI എന്ന് പറയുന്നുണ്ട്. ഈ മോഡൽ ഗോൾഡ് ആൻഡ് ബ്ലാക്ക് കളറിൽ വരുന്നതാണ്. ഇതിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണോ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടായിട്ട് ഞാൻ ഓർക്കുന്നത്, പക്ഷെ മറന്നു പോയി എവിടെയാണ് കണ്ടത്. വീണ്ടും നമ്മുടെ കിട്ടിയിരിക്കുന്നത് 2025 ഇറങ്ങിയ ഹോട്ട് വീൽസ് തന്നെ 250-125 അതായത് ലാസ്റ്റ് മാർട്ടിൻ വാച്ച് എന്ന് പറയുന്നുണ്ട് സ്പോർട്സ് കാറാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. യെസ്, ബെഡ്ലിയുടെ അതെ, ബെഡ്ലിയുടെ തന്നെ സ്പോർട്സ് കാറാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അടുത്ത മോഡൽ വീണ്ടും ഞാൻ മറ്റൊരു മാച്ച് ബോക്സായിട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു 1.5 മോഡലാണ്. പോർഷെ 980 സ്പൈറ്റർ എന്ന് പറയുന്ന പോർഷയുടെ തന്നെ. ഇതിൻ്റെ അലോയ് വീൽ കാണാൻ സാധിക്കുന്നുണ്ടോ? അലോയ് വീൽ വരെ റെഡ് കളറാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതെ, പോർഷയ്ക്ക് പിന്നെ റെഡ് കളർ എന്ന് പറയുന്നത് ഒരു അഹങ്കാരമാണല്ലോ. അടുത്തതായി നമ്മുടെ കേട്ടിരിക്കുന്നത് ഹോട്ട് വീൽസ് 250-36 ഇലക്ട്രിക് വെഹിക്കിളായ ഓഡി RE സ്പോർട്ടിലെ ടൗൺ GT എന്ന് പറയുന്നത് ഈ മോഡലാണ്. അടുത്തതായി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മോഡൽ വീണ്ടും ഹോട്ട് വീൽസിൻ്റെ 250-32 AT കാംറോ SS. ഈ ഐറ്റം ഇതാണ് അടുത്ത നമ്മുടെ ഇരിക്കുന്നത്. പിന്നെ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരെണ്ണം നമ്മുടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ബാഗിൻ്റെ അകത്തേക്ക് ഇട്ടേക്കാം. ഉണ്ടോ ഇന്നും ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട്. ഹോട്ട് വീൽസിൻ്റെ 250 ഇരിക്കുന്നത്. ഇതും ഇലക്ട്രിക്കാണ്. ഫോർഡ് മസ്റ്റാങ് മാച്ച് 1400 എന്ന് പറയുന്ന ഈ മോഡലാണ് അടുത്തതായി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അടുത്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫോർഡ് തന്നെയാണ്. 250-43 മെയിൻ ലൈനാണ്. ഫാക്ടറി ഫ്രഷ് ഫോർഡ് മസ്റ്റാങ് GTD എന്ന് പറയുന്ന ഒരു ആകാശ നീല കളറുള്ളത്, സ്കൈ ബ്ലൂ ഈ ബ്രാൻഡാണ്, മോഡലാണ് അടുത്തിരിക്കുന്നത്. വീണ്ടും പിന്നെ നമ്മുടെ ഇരിക്കുന്നത് കസ്റ്റം റെഡ് കളർ 2016 250-114 ഹോട്ട് വീൽസിൻ്റെ തന്നെ ഫാക്ടറി ഫ്രഷ് വിൻറ്റേജ് മോഡലല്ലേ? അതെ, വിൻറ്റേജ് മോഡൽ ഐറ്റം കൂടി നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. വീണ്ടും ഹോട്ട് വീൽസ് തന്നെ നമ്മുടെ ഇരിക്കുന്നത്. ഇത് പിന്നെ നിങ്ങളുടെ കണ്ടുകൊണ്ട് 25 2025 തന്നെയാണ്. 250-238 ഹോട്ട് വീൽസിൻ്റെ ജാഗുആർ XJZ എന്ന് പറയുന്ന ഈ മോഡൽ. ഇതിൻ്റെ തന്നെ ഈ സെയിം സാധനം തന്നെ നമ്മുടെ ഇരിപ്പുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതിൻ്റെ തന്നെ ഈ സെയിം സാധനം തന്നെ നമ്മുടെ ഇരിപ്പുണ്ട് ഉള്ള കാര്യം ഞാൻ മറന്നുപോയി, അങ്ങനെ പോയി എടുത്തതാണ്. പിന്നെ നമ്മുടെ ഇരിക്കുന്നത് മിനി കൂപ്പർ. ഇത് അൺഗാർഡ് ചെയ്യില്ല കേട്ടോ. ഒരെണ്ണം നമ്മൾ അൺഗാർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അൺഗാർഡ് ചെയ്യാതെ തന്നെ നമ്മൾ മാറ്റി വെക്കുന്നതായിരിക്കും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമ്മൾ അൺഗാർഡ് ചെയ്യില്ല. ഇതിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ മിക്കവാറും അൺഗാർഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തതായി വരുന്നത് ഹോട്ട് വീൽസിന് തന്നെ പ്രീമിയം സിൽവറിൽ പെട്ട ഒരു സാധനമാണ് 67 പോർഷെ 911R. ഇതാണ് അടുത്തതായി നമ്മൾ അൺഗാർഡ് ചെയ്യാതെ വച്ചിരിക്കുന്ന അടുത്ത മോഡൽ. വീണ്ടും നമ്മുടെ ഇരിക്കുന്നത് മസ്ഡ MX ലോങ്കാർഡാണ്. 250 ഒന്നാമത്തെ കാർഡ് നമ്പർ നോക്കും മക്കളെ. ഒന്നാമത്തെ സാധനം ഇതാണ് നമ്മുടെ ഇരിക്കുന്ന ഒന്നാമത്തെ സാധനം. ഒന്നല്ലെന്ന് തോന്നുന്നു കേട്ടോ, വേറെ ഇത് ഒരെണ്ണം മാത്രമല്ലെന്ന് തോന്നുന്നു, വേറെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ മറ്റൊരു വിൻറ്റേജ് മോഡൽ കിട്ടിയിരിക്കുകയാണ്. 250-126 ഹോട്ട് വീൽസ് എൻ്റെ ഡോജ് 330. എന്നമേ ഇതാണ് അടുത്തതായി നമ്മുടെ ഇരിക്കുന്ന മറ്റൊരു സാധനം. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതും ഹോട്ട് വീൽസ് തന്നെ 250-40 കർവറ്റ 66 എന്ന് പറയുന്ന ഒരു ഓറഞ്ച് നിറത്തിലുള്ള കൺവേർട്ടബിൾ അല്ലേ, അതെ ഓപ്പൺ റൂഫാണ് ഈ മോഡൽ.
വീണ്ടും ഇത് മിനി കൂപ്പർ തന്നെയാണ് കേട്ടോ. ലോങ് കാർഡ് ഷോർട്ട് കാർഡ് മാത്രമല്ല, ലോങ് കാർഡും കൂടി ഞാൻ മേടിച്ച് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ 2 മിനി കൂപ്പർ നമ്മുടെ ഇരിപ്പുണ്ട്. മൊത്തം 3 ഒരെണ്ണം മുകളിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്. അടുത്തതായി നമ്മുടെ വരുന്നത് ലോട്ടസിൻ്റെയും 250-67 അതാണ് റെഡ് കളർ. ഇതിൻ്റെ വൈറ്റ് കളർ നമ്മുടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾ മനസ്സിലാവും. അത് മാത്രമല്ല, നോക്കിക്കേ, ഇതിൻ്റെ താഴെ എക്സോസ് വരുന്നത് ഗോൾഡ് കളറിലും വൈറ്റിൻ്റെ താഴെ എക്സോസ് വരുന്നത് ഏകദേശം ഒരു പച്ച കളറിലോ ബ്ലാക്ക് കളറിലോ എങ്ങാണ്ടാണ് വരുന്നത്. ഇത് നമ്മളിരിക്കുന്നത് MC മിക്സർ എന്ന് പറയുന്നത് അതാണ്ട് ഈ മോഡലാണ്. ഇത് എത്ര 250 25ാമത്തെ മോഡലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇത് വീണ്ടും നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന ഹോട്ട് വീൽസിൻ്റെ 250 72ാമത്തെ ടെസൻ 24 ദേ ഇതാണ് നമ്മുടെ ഇരിക്കുന്നത്. പിന്നെ ഇരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഹോട്ട് വീൽസിന് തന്നെ 250 237ാമത്തെ കൂപ്ര റേസർ എന്ന് പറയുന്നത് വേണ്ടേ ഈ സാധനം. പിന്നെ നമ്മുടെ ഇരിക്കുന്ന അടുത്തതെന്ന് ചോദിച്ചാൽ വിൻറ്റേജ് മോഡലാണ്. 250 155ാമത്താണ് ഇരിക്കുന്നത്. വിൻറ്റേജ് ഒരു പിക്കപ്പ് പോലെ, ഒരു ട്രക്ക് പോലെ പിക്കപ്പ് ഇല്ല, വായിക്ക് ഓപ്പൺ ആയിട്ടുള്ള ഈ മോഡൽ. പിന്നെ ഇരിക്കുന്ന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 272ാമത്തെ ഒരു ഇലക്ട്രിക് വാങ്ങാണ്. 2025ലാണ് കൂപ്ര ഈ റേസർ എന്ന് പറയുന്നത് ഈ മോഡലാണ് നമ്മുടെ ഇരിക്കുന്നത്. അടുത്തത് പിന്നെ വന്നിരിക്കുന്നത് വീണ്ടും ഒരു വിൻറ്റേജ് മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. 250 165ാമത്തെ മെർക്കുറി എന്ന് പറയുന്ന ബ്രാൻഡ് ഞങ്ങളുടെ ഈ മോഡലാണ്. അടുത്ത് നമ്മുടെ വന്നിരിക്കുന്ന ഹോട്ട് വീൽസിൻ്റെ ഷോക്കാണ്. പിന്നെയുള്ളത് ഹോട്ട് വീൽസിൻ്റെ അല്ല, സിക്കു എന്ന് പറയുന്നുണ്ട് ഈ ബ്രാൻഡ് ജീപ്പല്ലേ, ഇത് ജീപ്പാണ് കേട്ടോ. ജീപ്പിൻ്റെ തന്നെയാണ്, പക്ഷെ കണ്ടാൽ താറ് പോലെയൊക്കെ ഇരിക്കും. ഇത് നമ്മൾ അതിന് താമസിക്കാതെ അങ്ങാടി അതാണ്. പിന്നെ ഇരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളൊരു സാധനം തന്നെയാണ്. 250 150 പിന്നെ ഹോണ്ട CB 750 ആണ്. എൻ്റെ റെഡ് കളർ കണ്ടപ്പോൾ ഞാൻ മേടിച്ചെന്നേ ഉള്ളൂ. നമ്മളിതിൻ്റെ ബ്ലൂ ആണ് ഇരിക്കുന്നത്. നമ്മളിതിൻ്റെ ബ്ലൂ ഇരിപ്പുണ്ട്. എന്ത് അതെ നമ്മളിരിക്കുന്ന ബ്ലൂ, റെഡ് കളർ ബ്ലൂ, അങ്ങനെ എൻ്റെ ബ്ലൂ ഇരിപ്പുണ്ട്. ഇനി ഇരിക്കുന്ന 2 ഹോട്ട് വീൽസിൻ്റെ പരിപാടിയൊക്കെ തീർന്നു. ഇനി നമ്മളിരിക്കുന്നത് ബുറാഗോയുടെ 2 സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഒന്ന് ഫെറാറിയും റെഡ് ബുള്ളും. ഇത് ഞാൻ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. എന്തായാലും ആദ്യം താമസിക്കാൻ ഞാനിത് ഫ്രെയിമിൽ കയറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും ഹോട്ട് വീൽസ് നമ്മുടെ ഇരിപ്പുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഓക്കെ, അപ്പം ഇതിൽ എത്ര നമ്മൾ അൺകാർഡ് ചെയ്യണമെന്ന് നിങ്ങളതിനെ പറയാം. ഏകദേശം ഒരു ഭൂരിഭാഗം സാധനം ഇന്ന് അൺകാർഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു കുറച്ച് ഡേകാസ്റ്റുകളായിട്ട് വീണ്ടും കാണാം. അപ്പം ഇസ്മി ഷാരോൺ, ബൈ. ശരി, എന്നാൽ കാണാം പിന്നെ. ഓക്കെ, ബൈ.